വെളിച്ചപ്പാടല്ല, ലോട്ടറി വിൽക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. കൃത്യം പറഞ്ഞ ഒരു 3 ആഴ്ച മുമ്പ് നിങ്ങളുടെ അടുത്തുനിന്ന് ഞാൻ ലോട്ടറി എടുത്തിരുന്നു. നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എടുത്തില്ല. കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ? ആ കുട്ടി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇതെടുത്ത ചേട്ടൻ അടിച്ചിരിക്കുന്നു. അവളുടെ വാക്കും വിശ്വസിച്ചെടുത്തതാ. അതെ, ലോട്ടറി ആകുമ്പോ ചിലപ്പോ അടിച്ചെന്നിരിക്കും, അടിച്ചില്ലാന്നിരിക്കും. അതൊന്നും കണക്ക് വെച്ച് വരാൻ പാടില്ല. അടിച്ചെന്നേ, അന്നെടുത്ത ടിക്കറ്റിന് ഒരു 5000 രൂപ അടിച്ചു. ആണോ? പിന്നല്ലാതെ. സത്യത്തിൽ ഞാൻ അന്നേ കരുതിയതാ, ഇനി സിറ്റിയിൽ വരുമ്പോ നിങ്ങളുടെ കൂടെയുള്ള പെങ്കുച്ചിനെ ഒന്ന് കാണണമെന്ന്. അല്ല, ഇന്ന് കച്ചവടമൊന്നുമില്ലേ? ആ പെൺകുട്ടി എവിടെ പോയി? 2-3 ദിവസമായിട്ട് കച്ചവടമില്ല. എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഈ ഹോസ്പിറ്റലിൽ കിടക്കുക. അത് കഷ്ടായല്ലോ. അല്ല, എന്റെ ഭാഗ്യം പറഞ്ഞ കൊച്ചേതാ? മോളല്ല. നിങ്ങൾ അച്ഛനും മോളുമായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങൾ ചെറുപ്പമല്ലേ? പറഞ്ഞത് ശരിയാ, അതെന്റെ മോളല്ല, എന്റെ അടുത്തൊരു ബന്ധുവിന്റെ മോളാ. എന്താ പെങ്കൊച്ചിന്റെ പേര്? കൃഷ്ണ. ആ, കൃഷ്ണ. കറക്റ്റ്. എന്ത് കറക്റ്റ്? അല്ല, അന്ന് നിങ്ങൾ ആ പേര് വിളിക്കുന്ന ഞാൻ കേട്ടിരുന്നു. ഓർമ്മയെന്ന് പോയതാ. ആ കൊച്ചിന്റെ വീട് എവിടെയാ? അവൾ ആലപ്പുഴയിലുള്ളതാ, കുട്ടനാട്. ശരി, ആ കൊച്ചിന്റെ അച്ഛനും അമ്മയാരാ? ആ കൊച്ചിന് വേണ്ടപ്പെട്ട ആരെങ്കിലും ഈ സിറ്റിയിലുണ്ടോ? വലിയ കാശുകാരെങ്കിലും? തനിക്കിപ്പോ എന്തറിയണം? അല്ല, ഒരാളെ കുറിച്ച് അറിയുമ്പോ വിശദമായിട്ട് അറിയുന്നതാണല്ലോ അതിന്റെ ഒരു രീതി. ആ കൊച്ചിന് ചേച്ചിയോ അനിയത്തിയോ ആരെങ്കിലും ഉണ്ടോ? അവരാരെങ്കിലും സിറ്റിയിലുണ്ടോ? താൻ എവിടുന്ന് വരുന്നെന്നാ പറഞ്ഞേ? ഞാൻ കോട്ടയംകാരനാണ്. താൻ ഈ ചോദിച്ച് എവിടേക്കാ കയറിപ്പോന്ന്? പെമ്പിള്ളാരെ കുറിച്ച് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചോണ്ട് മുന്നേ വന്നാലുണ്ടല്ലോ, എന്താ ചെയ്യുന്നത് തനിക്കറിയോ? ഞാൻ മോശമായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ. ഒരു കാര്യം ചെയ്, തന്റെ ആധാർ കാർഡ് ഒന്ന് കാണിച്ചേ. കയ്യിലില്ലേ? അല്ല, വിശേഷം ചോദിച്ചതിന് ആധാർ കാർഡ് എന്തിനാ? താൻ ആരാ, എവിടുന്നാ, തന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണമെങ്കിലേ വ്യക്തമായിട്ട് ചോദിക്കണ്ടേ? ഒറ്റയടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണ്ടേ? പിന്നെ ഈ ഗോപാലിനെ ഒരുപാട് ഉടായ്പകളെ കണ്ടിട്ടുണ്ട്. പിന്നെ അല്ലേ തന്നെ പോലുള്ളവരുടെ ഈ പുഞ്ചിരി വർത്താനുണ്ടല്ലോ. അയ്യോ ചേട്ടാ, ചേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. നിന്റെ തുടക്കമേ ശരിയല്ല. 2 ദിവസം മുമ്പേ എന്റെ കയ്യിൽ നിന്നെടുത്ത ടിക്കറ്റിന് 5000 രൂപ അടിച്ചു എന്ന് പറഞ്ഞതേ കളവാ. അടുത്ത കാലത്ത് 100 രൂപ 200 രൂപ അല്ലാതെ എന്റെ കയ്യിൽ നിന്ന് എടുത്തതിൽ ഒരു പൈസ അടിച്ചിട്ടില്ല. ഓഹോ, ഇപ്പൊ നിന്റെ മുഖത്ത് കാണുന്ന ഈ പരിഭവം ഉണ്ടല്ലോ,